മുണ്ടക്കയം SNDP യോഗം 52-ാം നമ്പർ ശ്രീ സർവേശ്വരി ഗുരുദേവ ക്ഷേത്രത്തിലെ 21ാമത് പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് തുടക്കമായി. ഒന്നാം ദിവസമായ ശനിയാഴ്ച രാവിലെ 5-ന് പള്ളി ഉണർത്തലും 6:30-ന് ആചാരവരണവും നടന്നു. 7 മണിക്ക് വിശേഷാൽ പൂജയും തുടർന്ന് സമൂഹ പ്രാർത്ഥനയും നടന്നു. 7:30-ന് പ്രസാദ ശുദ്ധിക്രിയകൾ നടന്നു. രാവിലെ 9-ന് പുതിയതായി നിർമ്മിച്ച കൊടിമരത്തിന്റെ സമർപ്പണം നടന്നു. കുമളി ചക്കുവള്ളം ധർമാശ്രമം മഠാധിപതി ബ്രഹ്മശ്രീ ഗുരുപ്രകാശം സ്വാമികൾ കൊടിമര സമർപ്പണം നടത്തി. ചടങ്ങിൽ SNDP ഹൈറേഞ്ച് യൂണിയൻ സാരഥികളായ പ്രസിഡന്റ് ബാബു ഇടയാടിക്കുഴി, വൈസ് പ്രസിഡന്റ് ലാലിറ്റ് S തകിടിയൽ, സെക്രട്ടറി അഡ്വക്കേറ്റ് P G രാജ്, ഡോക്ടർ P അനിയൻ, CV ഷാജി ഷാസ്, ഡോക്ടർ ഗീത അനിയൻ, VV വാസപ്പൻ, KG ഹരിദാസ്, സുനിൽ സുരേന്ദ്രൻ, ഗിരിജ പ്രസാദ്, രാജപ്പൻ ഇലവൻകുന്നേൽ, സാനു ഓട്ടുകുന്നേൽ, PR പ്രകാശ്, അശോകകുമാരി തുടങ്ങിയവർ നേതൃത്വം നൽകി. 9:30-ന് ശ്രീനാരായണ ഗുരുദേവ സപ്താഹ യജ്ഞാചാര്യ ശ്രീമതി സുകുമാരി മാരാത്ത് അമ്മയിൽ നിന്നും ഭാഗവതോത്തംസം അഡ്വക്കേറ്റ് TR രാമനാഥൻ വടക്കൻ പറവൂരിന്റെ മഹനീയ സാന്നിധ്യത്തിൽ ഏറ്റവും സവിശേഷമായ ആചാര്യ ദീക്ഷ ഏറ്റുവാങ്ങിയ 52-ാം നമ്പർ ഷാഹിയുടെ അഭിമാനമായി മാറിയ ഡോക്ടർ ഗീത അനിയനെ ബ്രഹ്മശ്രീ ഗുരുപ്രകാശം സ്വാമികളും ഹൈറേഞ്ച് യൂണിയൻ ഭാരവാഹികളും ചേർന്ന പൊന്നാടയണിയിച്ച് ആദരിച്ചു. തുടർന്ന് അറിവിന്റെ ആദ്യപാഠങ്ങൾ, കുട്ടികളുടെ ശ്രീനാരായണ ഗുരു എന്നീ പുസ്തകങ്ങളെ ആസ്പദമാക്കി ശാഖാ വനിതാ സംഘം നടത്തിയ ജ്ഞാനോത്സവം പരീക്ഷയിൽ വിജയികൾ ആയവർക്കുള്ള സമ്മാനദാനം ബ്രഹ്മശ്രീ ഗുരുപ്രകാശം സ്വാമികളും ഹൈറേഞ്ച് യൂണിയൻ ഭാരവാഹികളും ചേർന്ന് നിർവഹിച്ചു. ഗുരുദേവ ക്ഷേത്രത്തിലെ തിരു ഉത്സവത്തിന് സമാരംഭമായി വിവിധ വൈജ്ഞാനിക ചടങ്ങുകൾ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നു. വിശ്വാസ സമർപ്പണത്തിനായി പല സങ്കല്പത്തിൽ ഭക്തജനങ്ങൾ ഇവിടേക്ക് വന്നണയുന്ന സന്ദർഭമാണ്. ഗുരുദേവൻ സൂചിപ്പിച്ചതുപോലെ വിജ്ഞാനത്തിനും വിനോദത്തിനുമുള്ള സന്ദർഭങ്ങൾ ഇവിടെ ഒരുക്കപ്പെടുന്നുണ്ട്. ഇവിടെ ഇതാ കൊടിമര സമർപ്പണം കഴിഞ്ഞു. കൊടിയേറി ഈ സന്നിധിയിൽ വെച്ച് തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗീതാമാഡത്തിന് ഒരു ആദരവ് സമർപ്പിക്കുകയാണ്. അപ്പോൾ ഈ സന്ദർഭത്തിൽ ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒരു കാലത്ത് ആരാധനാലയങ്ങൾ അഥവാ ക്ഷേത്രങ്ങൾ ഈ സംസ്കാരങ്ങളുടെ ഉറവിട കേന്ദ്രമായിരുന്നു. ഇവിടം കേന്ദ്രീകരിച്ചാണ് കലകൾ വളർന്നതെന്നല്ല പറയേണ്ടത്, ഉണ്ടായത്. ഇതിനെ അധികരിച്ചാണ് സാഹിത്യം പരിപോഷിച്ചത്. 2ാം ദിവസമായ ഞായറാഴ്ച രാവിലെ 10 മണിക്ക് പൊങ്കാല നടക്കും. ക്ഷേത്രം മേൽശാന്തി ശ്രീജു ശാന്തികൾ, പ്രണവ ശാന്തികൾ, ഹരിശാന്തികൾ എന്നിവർ ചേർന്ന് പണ്ടാര അടുപ്പിൽ അഗ്നി പകരും. 12-ന് പൊങ്കാല സമർപ്പണവും 1-ന് മഹാപ്രസാദമൂട്ടും നടക്കും. 3ാം ദിവസമായ തിങ്കളാഴ്ച വൈകിട്ട് 6-ന് ദേവി ശ്രീവേലി വിഗ്രഹ എഴുന്നള്ളിപ്പ് നടക്കും. അലങ്കരിച്ച വാഹനങ്ങൾ താലപ്പൊലി ചെണ്ടമേളങ്ങളോടും കൂടി മുണ്ടക്കയം പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് 52-ാം നമ്പർ ശാഖയിൽ എത്തിച്ചേരും. തുടർന്ന് രാത്രി 7-ന് താല അഭിഷേകവും 8-ന് പറയെടുപ്പും നടക്കും. 4ാം ദിവസമായ ചൊവ്വാഴ്ച രാവിലെ 9-ന് പ്രഭാഷണം നടക്കും. അരുവിപ്പുറം ആശ്രമത്തിലെ ആത്മീയ ആചാര്യൻ ബ്രഹ്മശ്രീ സാന്ദ്രാനന്ദ സ്വാമിജി പ്രഭാഷണം നടത്തും. ഫെസ്റ്റ് ന്യൂസ്, മുണ്ടക്കയം.